ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ SCERT ചാപ്റ്റേഴ്സ്, അതായത് 7ാം സ്റ്റാൻഡേർഡിലെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാർട്ട് 1 പാഠപുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായമായ ആസിഡുകളും ആൽക്കലികളും എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ 1ഉം 2ഉം അധ്യായങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായമായ ആസിഡുകളും ആൽക്കലികളും എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ അധ്യായമാണ് ആസിഡുകളും ആൽക്കലികളും. ഇപ്പൊ നമ്മൾ ആസിഡുകളും ആൽക്കലികളും എന്ന അധ്യായത്തിൽ ഇവിടെ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറിന്റെ ഇരുവശത്തും ചെമ്പരത്തി പൂവ് നന്നായിട്ട് ഉരച്ചു പിടിപ്പിക്കുക. പേപ്പർ ഉണക്കിയെടുത്ത ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂവിന്റെ അംശങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം കത്രിക ഉപയോഗിച്ച് പേപ്പറിനെ വീതി കുറഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെമ്പരത്തി പേപ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പർ പോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ ഒരു മാജിക്ക് കൊടുത്തിരുന്നു, അല്ലെ? നാരങ്ങാ നീര് തേച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ചെമ്പരത്തി തേച്ച ഒരു തുണി കൊണ്ട് അവിടെ ഉരസിയപ്പോൾ എന്ത് ചെയ്തു? പൂക്കള് തെളിഞ്ഞു വന്നതായിട്ട് ഒരു മാജിക്ക് അവിടെ കാണിച്ചിരുന്നു. അപ്പൊ ആ ഒരു മാജിക്കിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആസിഡാണ് നാരങ്ങാ നീര്, അല്ലെ? അപ്പോ ഇവിടെ മോര്, വെള്ളം, വെളിച്ചെണ്ണ, വിനാഗിരി, സോപ്പ് വെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി തുടങ്ങിയ, അതുപോലെ പുളി കലക്കിയ വെള്ളം, പാല് തുടങ്ങിയവ ഇതേപോലെ ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ആസിഡില് ആസിഡില് ചെമ്പരത്തി ഒരു പേപ്പറിന്റെ നിറം എന്തായിട്ടാണ് കണ്ടത്? ചുവപ്പ് നിറമായിട്ടാണ് കണ്ടത്. അപ്പോൾ ചെമ്പരത്തി പേപ്പർ നാരങ്ങാനീരിൽ മുക്കിയപ്പോൾ എന്ത് നിറമായിട്ട് കണ്ടു? ചുവപ്പ് നിറമായിട്ട് കണ്ടു. അപ്പൊ ആസിഡില് ചെമ്പരത്തി പേപ്പറിന്റെ നിറം എന്തായിരുന്നു? ചുവപ്പ് നിറമായിരുന്നു. ഇനി ചെമ്പരത്തി പേപ്പർ പോലെ തന്നെ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന പേപ്പറാണ് ഏത്? ലിറ്റ്മസ് പേപ്പർ എന്ന് പറയും. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ഇതിന് 2 കളറിലാണ് ലിറ്റ്മസ് പേപ്പർ ഉള്ളത്. ഏതൊക്കെയാണ്? ചുവപ്പ് കളറുമുണ്ട്, നീല കളറിലും ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. അപ്പൊ ആസിഡുകൾ ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് ചെമ്പരത്തി പേപ്പർ ചുവപ്പ് നിറമായത്, അല്ലെ? അതായത് ആസിഡുകളിൽ ചെമ്പരത്തി പേപ്പർ എപ്പോഴും എന്തായിരിക്കും? ചുവപ്പ് നിറമായിട്ടാണ് കാണപ്പെടുന്നത്. വെള്ളത്തിൽ ചെമ്പരത്തി പേപ്പർ എന്തായിരിക്കും? അതേ നിറം തന്നെയായിരിക്കും, അല്ലെ? നിറം മാറുന്നില്ല. അപ്പൊ എന്താണ് ഈ ഒരു ആസിഡിലെ ചുവപ്പ് നിറമായതിനുള്ള കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ ആസിഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? നാരങ്ങാ നീര്, മോര്, പുളി, വിനാഗിരി. ഇവയെല്ലാം എന്താണ്? ആസിഡുകളാണ്. നമുക്കറിയാം നാരങ്ങാ നീര്, മോര്, പുളി, വിനാഗിരി ഒക്കെ ആസിഡുകളാണ്. അതായത് പുളി രുചിയുള്ളവയാണ് ഇവയെല്ലാം, അല്ലെ? ഈ ആസിഡിന്റെ രുചി എന്താണ്? പുളി രുചിയാണ്. അപ്പൊ ഇവയിലെല്ലാം അമ്ലമാണ്, അല്ലെ? ആസിഡുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നമ്മൾ പറഞ്ഞു എന്താണ്? ചുവപ്പ് നിറമായിരിക്കും. അപ്പൊ എല്ലാ ആസിഡുകളും പുളി രുചി ഉള്ളവയാണ്, അല്ലെ? ആസിഡുകളുടെ പൊതു സ്വഭാവമാണ് എന്ത്? പുളി രുചി ഉണ്ടാവും. ഇനി നമുക്കറിയാം, നമുക്ക് മുന്തിരി, ആപ്പിള് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷ്യവസ്തുക്കളിലൊക്കെ പുളിയുണ്ട്, അല്ലെ? പക്ഷെ അവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തി കുറഞ്ഞ ആസിഡുകളാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഇവ ഒരിക്കലും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറില്ല. ആസിഡുകളെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? വളരെ ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. അപ്പൊ ആസിഡില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും? എപ്പോഴും ചുവപ്പ് നിറമായിരിക്കും. അതുപോലെ തന്നെ ആസിഡുകളെല്ലാം തന്നെ പുളിരുചി ഉള്ളവയാണ്. ഇനി നമുക്ക് നോക്കാം, ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്. നമ്മൾ ഒന്നാമത് പറഞ്ഞത് മോരാണ്, അല്ലെ? മോര് എന്ത് ആസിഡാണുള്ളത്? മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ആണ്. രണ്ടാമത് വിനാഗിരിയാണ്, അല്ലെ? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. പുളിയിലോ ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങയിലാണെങ്കിൽ സിട്രിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്.
ഇത്രയുമാണ് ഭക്ഷ്യവസ്തുക്കളിലുള്ള ആസിഡുകൾ എന്ന് പറയുന്നത്. ഈ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാസവസ്തുക്കൾ എന്ത് ചെയ്യരുത്? രുചിച്ചു നോക്കാൻ പാടില്ല, അതുപോലെ അതിനെ സ്പർശിച്ചു നോക്കാനും പാടില്ല, മണത്ത് നോക്കാനും പാടില്ല, അത് ശരീരത്തിൽ വീഴാനും പാടില്ല. ഇനി കുപ്പിയിൽ നിന്ന് നമ്മൾ ആസിഡ് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? ഒരു ഡ്രോപ്പർ. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഡ്രോപ്പറാണിത്. അപ്പോൾ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിൽ നിന്ന് ആസിഡുകൾ എടുക്കാൻ. അതുമാത്രവുമല്ല, ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലമെടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്തിട്ട് വേണം ഇളക്കാൻ. ഇനി ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ നമ്മൾ അതിൽ പിടിക്കാനായിട്ടൊരു ഹോൾഡർ ഉപയോഗിച്ച് വേണം പിടിക്കാൻ. അപ്പോൾ ആസിഡുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ആസിഡുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ, ഭക്ഷണ പദാർത്ഥങ്ങളിലെ ആസിഡുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ആസിഡുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മനസ്സിലായി. ഇനി ആസിഡുകളും ലോഹങ്ങളും തമ്മിൽ എങ്ങനെയാണ്? ആസിഡുകളും ലോഹങ്ങളും. അപ്പോൾ ആസിഡുകളുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് അതിലൊരു കഷ്ണം സിങ്ക് ഇട്ട് നോക്കുക. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗം പെരുവിരൽ കൊണ്ട് കുറച്ച് സമയം അടച്ചു പിടിച്ചിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ടെസ്റ്റ് ട്യൂബിന് മുകളിൽ പിടിച്ച് ആ വിരലൊന്ന് മാറ്റുക. എന്ത് സംഭവിക്കും അല്ലെ? എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താ സംഭവിക്കുക? കത്താൻ സഹായിക്കുന്നു അല്ലെ. ഓക്സിജൻ ആണെങ്കിൽ എന്താണ്? കത്താൻ സഹായിക്കുന്നു. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഹൈഡ്രജൻ ബലൂണിന്റെ നിർമ്മിക്കാമെന്നും പറഞ്ഞ്. അതായത് നേർപ്പിച്ച ആസിഡിൽ നമ്മൾ സിങ്ക് കഷ്ണങ്ങൾ ഇടുകയാണെങ്കിൽ അവിടെ വരുന്ന വാതകം എന്തായിരിക്കും? ഹൈഡ്രജൻ വാതകമായിരിക്കും അവിടെ വരുന്നത്. ആ ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യും? ഈ ബലൂണിൽ വന്ന് നിറയും അല്ലെ. അപ്പോൾ ഈ ഇവിടെ ഒരു വാതകം അവിടെ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ഇവോൾവ് ചെയ്തു. അപ്പോൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുന്ന വാതകമാണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? അത് ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഇനി തീ കെടുത്തുമായിരുന്നെങ്കിലോ അവിടെ എന്തായിരിക്കും വാതകം? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പൊ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തുമ്പോൾ ചെറിയ ശബ്ദത്തോടു കൂടിയാണ് കത്തുകയും ചെയ്യുന്നത്. അപ്പൊ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും സിങ്കും അതുപോലെ മഗ്നീഷ്യം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പരീക്ഷണം ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് വരുന്ന വാതകങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഹെൻറി കാവൻഡിഷ്. ആരാണ് ഹെൻറി കാവൻഡിഷ്? ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്ന വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. അപ്പൊ ഈ വാതകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഇതേപോലെ ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം പുറത്തേക്ക് വരുന്നുവെന്നും ആ വാതകം കത്തുന്ന വാതകമാണെന്നും കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. എന്നാൽ ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയർ ആണ് അല്ലെ. കത്തുന്ന വാതകത്തെ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ്. എന്നാൽ ഈ വാതകത്തിന് പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. അപ്പൊ ഹൈഡ്രജൻ വാതകത്തിന് പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. ഇനി ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ആസിഡ് ലോഹമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? പുളി, അതുപോലെ മോര്, വിനാഗിരി, നാരങ്ങാനീര് തുടങ്ങിയ ആഹാര വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല? ലോഹപാത്രങ്ങൾ ഉപയോഗിക്കത്തില്ല. ലോഹപാത്രങ്ങൾ ഉപയോഗിച്ചാൽ അതെന്ത് ചെയ്യും? അതുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലോഹപാത്രങ്ങളിൽ ഇവ ഉപയോഗിക്കാത്തത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ മോര് കറികൾ വെക്കുമ്പോഴത്തേക്ക് അലുമിനിയം പാത്രമാണോ മൺപാത്രമാണോ ഉപയോഗിക്കുന്നത്? മോര് ഉപയോഗിച്ചുള്ള കറികൾ വെക്കുമ്പോൾ നമ്മൾ മൺപാത്രമാണ് ഉപയോഗിക്കേണ്ടത്. കാരണം അലുമിനിയം പാത്രം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? മോര് അലുമിനിയമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യും? പ്രവർത്തനം നടക്കും അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു മൺപാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് മുട്ടത്തോടിൽ ആസിഡ്. മുട്ടത്തോട് നമ്മൾ ആസിഡിലിടുമ്പോൾ നമ്മൾ ആസിഡിലിട്ടാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്ത് അതിൽ മുട്ടത്തോടിന്റെ കഷ്ണങ്ങൾ ഇട്ട് നോക്കുക. അവിടെ എന്ത് ചെയ്യുക? ടെസ്റ്റ് ട്യൂബിന് മുകളിലായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു പിടിക്കുകയും ചെയ്യുക. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം.
അതായത് ഇപ്പൊ മുട്ടത്തോട് എന്ന് പറയുന്നത് നമുക്കറിയാം കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയെല്ലാം കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ. അങ്ങനെ ആസിഡുമായിട്ട് കാർബണേറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ തീയെ എന്താ സംഭവിക്കുക? അത് കെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. തീ എന്ത് സംഭവിക്കുക? അവിടെ തീ കെട്ടുപോവുകയാണ് ചെയ്യുന്നത്. മുട്ടത്തോട് ആസിഡുമായി പ്രവർത്തിച്ച് കാർബണേറ്റുകൾ അല്ലെ, മുട്ടത്തോട്, ചോക്ക്, മാർബിൾ ഇവ ഏതിട്ടാലും എന്താണ്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. ആ വാതകം എന്താ സംഭവിക്കുക? തീയെ കെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു അഗ്നിശമനി അല്ലെ, നമുക്ക് ഒരു അഗ്നിശമനി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വിനാഗിരി, അപ്പക്കാരം, പ്ലാസ്റ്റിക് ബോട്ടില്, പ്ലാസ്റ്റിക് ട്യൂബ്, മെഴുകുതിരി ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടപ്പിൽ വായു കടക്കത്തക്ക വിധം ഒരു ട്യൂബ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ പകുതിയോളം വിനാഗിരി എടുക്കുക. അതുപോലെ ഒരു കടലാസ് അപ്പക്കാരം പൊതിഞ്ഞെടുക്കുക അല്ലെ. ഒരു കടലാസിൽ അപ്പക്കാരം പൊതിഞ്ഞ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? വിനാഗിരിയിൽ മുങ്ങാത്ത വിധം ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ബോട്ടിൽ നന്നായിട്ട് അടക്കുക അല്ലെ. ബോട്ടിൽ നന്നായി കുലുക്കി അപ്പക്കാരം വിനാഗിരിയിലേക്ക് വീടാനായിട്ട് അനുവദിക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം അല്ലെ. അതിൽ നിന്ന് വരുന്ന വാതകം മെഴുകുതിരിയുടെ നേരെ പിടിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോൾ വിനാഗിരി അസറ്റിക് ആസിഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. സോഡിയം ബൈകാർബണേറ്റ് ആണ് എന്ത്? അപ്പക്കാരം. ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് വാതകം ഉണ്ടാകും? നമുക്ക് തീ കെടുത്തുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന തത്വം ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് അവിടെ ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഒരു ബീക്കറിനുള്ളിൽ ഒരു കോഴിമുട്ട വെക്കുക. ബീക്കറിൽ നിറയെ വിനാഗിരി എടുക്കുക. കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ മുട്ടത്തോടിലെ കാർബണേറ്റ് എന്തുമായിട്ട് പ്രവർത്തിക്കും? ആസിഡുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാവും? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ മുട്ടയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കോഴിമുട്ട ഉയരുകയും മുകളിലെത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മുട്ടയുടെ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം കോഴിമുട്ട വീണ്ടും എന്ത് ചെയ്യും? താഴേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് അവിടെ നടക്കുന്ന ആ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആസിഡുകളുടെ പൊതു സ്വഭാവമാണ് നമ്മളിവിടെ കൊടുത്തിരുന്നത്. നമ്മൾ പറഞ്ഞു ആസിഡിൽ ലിറ്റ്മസിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. ആസിഡിന്റെ രുചി എന്താണ്? പുളിരുചിയാണ്. ലോഹങ്ങളുമായിട്ട് ആസിഡ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. കാർബണേറ്റുകളായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രവർത്തിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലോഹങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോഴോ ഹൈഡ്രജൻ വാതകമാണ് അല്ലെ. ലോഹങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകവും, എന്നാൽ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? CO2 കാർബൺ ഡൈ ഓക്സൈഡ് വാതകവുമാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ വാതകം തീ കത്തുന്നതാണ്. എന്നാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എന്ന് പറഞ്ഞാൽ തീ കെടുത്തുന്നതാണ്. ഇത് നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ഫോർമിക് ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇനി അടുത്തത് ചുവന്ന ചെമ്പരത്തി പേപ്പർ. നമ്മൾ പറഞ്ഞു അല്ലെ, ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കുക അല്ലെ. എല്ലാം എന്താണ്? ചെമ്പരത്തി പേപ്പർ. ഇനി നമുക്ക് ചുവപ്പ് നിറമുള്ള പേപ്പറുകൾ ആവശ്യമാണ്. ഈ ആസിഡ് ഗുണമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചെമ്പരത്തി നമ്മൾ നീലയാണല്ലോ ചെമ്പരത്തി പേപ്പർ, അത് ആസിഡിൽ നാരങ്ങാ നീരിൽ അങ്ങ് മുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ചുവന്ന ചെമ്പരത്തി പേപ്പർ കിട്ടും അല്ലെ. അതെടുത്ത് ഉണക്കിയാലും നമുക്ക് ചുവന്ന ചെമ്പരത്തി പേപ്പർ ആയി. ഇനി ഈ ചുവന്ന ചെമ്പരത്തി പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പറോ അല്ലെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റു പരീക്ഷണങ്ങൾ തുടങ്ങാം. ഇത് നമ്മൾ വെള്ളം, മോര്, വിനാഗിരി, സോപ്പ് വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, പാല്, ചാരം കലക്കിയ, അതുപോലെ തെളിയിച്ച ജലം എന്നിവയിലെല്ലാം ലിറ്റ്മസ് പേപ്പർ, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും അല്ലെങ്കിൽ ചുവന്ന ചെമ്പരത്തി പേപ്പറും താഴ്ത്തി നോക്കാം. അവിടെ എന്തായിരിക്കും കാണുന്നത്? അതായത് നമുക്ക് ഇപ്പോൾ ചാരം കലക്കിയ വെള്ളം, അതുപോലെ എന്താണ് ചുണ്ണാമ്പ് വെള്ളം, ഇതിലൊക്കെ എന്താണ് സോപ്പ് വെള്ളം, ഇതിലൊക്കെ എന്ത് സംഭവിക്കും? അതിൽ നമ്മുടെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല നിറമാകുന്നത് കാണാം. അതായത് ആൽക്കലിയിൽ ലിറ്റ്മസിന്റെ നിറം എന്താണ്? നീല നിറമാണ് അല്ലെ. ആൽക്കലിയിൽ ലിറ്റ്മസിന്റെ നിറം എന്താണ്? നീല നിറമാണ്. ഇപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി, ഇതൊക്കെ എന്താണ്? ആൽക്കലികളാണ് അല്ലെ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതായത് ചുണ്ണാമ്പ് വെള്ളം, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? കാസ്റ്റിക് സോഡയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? കാസ്റ്റിക് പൊട്ടാഷ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ലിക്കർ അമോണിയ, ജലത്തിൽ ലയിപ്പിക്കുന്നതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം ആൽക്കലികളാണ്. അപ്പൊ ഈ ആൽക്കലികളിൽ നമ്മൾ എന്ത് ലിറ്റ്മസ് ആണ്? ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ
മുക്കിയപ്പോഴത്തേക്കും കണ്ട നിറം എന്താണ്? അത് നീല നിറമായിട്ട് കണ്ടു. അപ്പോൾ ഈ പദാർത്ഥങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കും. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇവയിൽ മുക്കിയാൽ നീല നിറം കാണുന്നുവെങ്കിൽ അത് ആൽക്കലിയാണെന്ന് നമുക്ക് അറിയാം. നിറം മാറിയില്ലെങ്കിൽ എന്താണ് അല്ലെ, നമുക്ക് അത് വെള്ളമോ ആസിഡോ ആയിരിക്കും. അപ്പൊ ആൽക്കലിയില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പം ഈ ഒരു ആൽക്കലിയുടെ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരരുചിയും അതുപോലെ വഴുവഴുപ്പുള്ളതുമാണ് എന്ത്? ആൽക്കലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആസിഡിന്റെ ഗുണങ്ങൾ പറഞ്ഞു. ഈ ആൽക്കലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ്? ആൽക്കലിയാണ്. അതുപോലെ തന്നെ ഈ ആൽക്കലികൾ എന്താണ്? കാരരുചിയാണ്, അല്ലെങ്കിൽ ക്ഷാരരുചിയാണ്, വഴുവഴുപ്പുള്ളതുമാണ് ആൽക്കലികൾ. അപ്പൊ ആസിഡും ആൽക്കലിയും നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മഞ്ഞള് എന്താണ്? മാവില, റോസ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഉരച്ച് നമുക്ക് ഇതേപോലെ പരീക്ഷണങ്ങൾ നടത്താം. ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ? നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ പദാർത്ഥങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ നമ്മളിവിടെ ലിറ്റ്മസ് പേപ്പറിലെ ചെമ്പരത്തി പൂവൊക്കെ നമ്മളിവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചത്? സൂചകങ്ങളായിട്ടാണ് ഉപയോഗിച്ചത് അല്ലെ. അപ്പൊ മഞ്ഞൾ നമുക്കറിയാം, മഞ്ഞൾ വീണ ഭാഗത്ത് നാരങ്ങാനീര് വീഴുകയാണെങ്കിൽ എന്താകും? ചുവപ്പ് നിറമാകുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ടിനകത്ത് നാരങ്ങാനീര് ചേർക്കുകയാണെങ്കിലും എന്താവും? ആ ബീട്രൂട്ടിന്റെ നിറമായിട്ട് ഒരു ചുവന്ന നിറം അവിടെ വരും. ഇങ്ങനെയുള്ള സസ്യഭാഗങ്ങളൊക്കെ എന്താണ്? ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്, സൂചകങ്ങളാണ് അല്ലെ. അപ്പൊ ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മുടെ ലബോറട്ടറിയിൽ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലബോറട്ടറി ടെസ്റ്റ് ട്യൂബിൽ നമ്മളിപ്പോൾ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ്. ഒന്ന് ഏതാണ്? ഫിനോഫ്തലീനും മറ്റൊന്ന് ഏതാണ്? ഫിനോഫ്തലീനും അതുപോലെ എന്താണ്? മീഥൈൽ ഓറഞ്ച് നമ്മൾ എന്താണ്? ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലീൻ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കലികളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ മീഥൈൽ ഓറഞ്ചും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും രണ്ടും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലാബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓരോ വസ്തുക്കളും ആസിഡിലെ നിറവും ആൽക്കലിയിലെ നിറവും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ നമ്മൾ പറഞ്ഞു എന്ത് നിറമായിരിക്കും? ചുവപ്പ് നിറമാണ്. എന്നാൽ ആൽക്കലിയിലെ നിറം എന്ത് തന്നെയാണ്? നീല തന്നെയാണ്. ഇനി മുളക് പൊടി ഉപയോഗിച്ച് നമ്മൾ എന്താണ്? ആസിഡിൽ മുളക് പൊടിക്ക് എന്തായിരിക്കും? ഇളം ചുവപ്പാണ്. ആൽക്കലിയിലും എന്താണ്? ഇളം ചുവപ്പാണ്. ഇനി ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ നമുക്കറിയാം ചുവപ്പ് തന്നെയായിരിക്കും അല്ലെ. ആൽക്കലിയിൽ എന്ത് നിറമായിരിക്കും? നീലയാണ്. ചെമ്പരത്തി പേപ്പർ ആസിഡിൽ നമ്മൾ പറഞ്ഞു ചുവപ്പാണ്, ആൽക്കലിയിൽ നീലയാണ്. ഫിനോഫ്തലീൻ നമ്മൾ പറഞ്ഞ ഫിനോഫ്തലീൻ അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫിനോഫ്തലീൻ ആസിഡിലാണെങ്കിൽ അത് നിറം ഉണ്ടാവത്തില്ല. ആസിഡിൽ ഫിനോഫ്തലീൻ എന്തില്ല? നിറമില്ല. എന്നാൽ ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം എന്താണ്? പിങ്ക് നിറമായി മാറും. ആസിഡിൽ എന്താണ്? നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറമാണ്. ഇനി വെള്ള പേപ്പർ ആണെങ്കിൽ 2 സ്ഥലത്തും എന്ത് തന്നെയായിരിക്കും? ഇപ്പൊ നാരങ്ങാനീര് തേച്ചാലും അല്ലെ ചുണ്ണാമ്പുവെള്ളം തേച്ചാലും എന്താണ്? വെള്ള നിറത്തിൽ തന്നെ ഇരിക്കും. വെള്ള പേപ്പറിന് മാറ്റമൊന്നും വരില്ല. ഇനി കരിപ്പൊടി ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിനും മാറ്റമൊന്നുമില്ല, കറുപ്പ് നിറത്തിൽ തന്നെയായിരിക്കും രണ്ടിടത്തും ഉണ്ടാവുക. ഇനി അടുത്ത ഏജന്റ് ആണ് ഏത്? മീഥൈൽ ഓറഞ്ച് അല്ലെ. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച്. ഇത് ആസിഡിൽ എന്തായിരിക്കും? നേരെ തിരിച്ച് അല്ലെ. ഇവിടെ ഇളം പിങ്ക് വന്നു അല്ലെ, ഇളം പിങ്ക് വന്നു. എന്നാൽ ആൽക്കലിയിൽ എന്തായി? ഇളം മഞ്ഞ നിറമാണ് ഉണ്ടാകുന്നത്. അപ്പൊ മീഥൈൽ ഓറഞ്ചിന് ഇമ്പോർട്ടന്റ് ആണ് ഇത്. മീഥൈൽ ഓറഞ്ചിന് എന്താണ്? ഇളം പിങ്ക് നിറമാണ് ആസിഡിലെങ്കിൽ ആൽക്കലിയിൽ ഇളം മഞ്ഞ നിറമാണ്. ഫിനോഫ്തലീൻ ആണെങ്കിൽ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറമാണ്. ഇനി നമ്മുടെ തുള്ളി നീലം അല്ലെ, നീലം, അത് നമ്മൾ രണ്ടിലും എന്ത് തന്നെയാണ്? നീലയാണ്. അത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ട് നീല തന്നെയാണ്. അല്ലെ വെള്ള പേപ്പറും വെള്ള തന്നെയാണ്, കരിപ്പൊടിയും കറുപ്പ് തന്നെയാണ്, അതൊന്നും ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി മഞ്ഞൾ നമ്മളൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആസിഡിൽ മഞ്ഞൾ എന്താണ്? മഞ്ഞ നിറമാണ്, ആൽക്കലിയിലാണെങ്കിൽ എന്താണ്? ചുവപ്പ് നിറമായിരിക്കും. ആസിഡിൽ ആ മഞ്ഞൾ എന്താണ്? മഞ്ഞ നിറവും, ആൽക്കലിയിൽ ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ വസ്തുക്കളും അവയുടെ ആസിഡിലെയും ആൽക്കലിയിലെയും നിറം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആസിഡ് ആൽക്കലി സ്വഭാവമുള്ള വസ്തുക്കളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി എന്താണ്
യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, സാർവിക സൂചകം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ രണ്ട് സൂചകങ്ങളായിട്ടാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി എന്താണ് പൊതുവെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ നോക്കുന്നത് പല സൂചകങ്ങളുടെയും മിശ്രിതമാണ് എന്ത് പറയുന്നത്, സാർവിക സൂചകം എന്ന് പറയുന്നത്. അതായത് ആസിഡ് സ്വഭാവത്തിന്റെയും ആൽക്കലി സ്വഭാവത്തിന്റെയും തീവ്രത അനുസരിച്ച് നമുക്ക് പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അപ്പൊ കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായിട്ട് താരതമ്യം ചെയ്താണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ആസിഡിലും ആൽക്കലിയും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാർവിക സൂചകമാണ്, ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇത് നമ്മൾ pH ആണ് ഇതിൽ നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ നമുക്ക് എന്തായിരിക്കും ലഭിക്കുക, അത് നിർവീര്യമായി പോകും. ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താവും, നിർവീര്യമാണ്. അതായത് നമുക്കിപ്പോൾ ജലം എന്ന് പറയുന്നത് എന്താണ്, ആസിഡും അല്ല ആൽക്കലിയും അല്ലാത്തതാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡും ആൽക്കലിയും ജലമല്ല. അപ്പൊ ആസിഡും ആൽക്കലിയും എന്താണ് കൂടിച്ചേർത്ത്, ഒരേ അളവിൽ ആസിഡും ആൽക്കലിയും കൂടി ചേർത്താൽ അത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് നിർവീര്യമായി പോകും. അപ്പൊ ജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ജലത്തിന്റെ pH 7 ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഒരു ലബോറട്ടറിയിൽ പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ബ്യൂററ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിപ്പറ്റ് ഉപയോഗിച്ച് 20 ml കാസ്റ്റിക് സോഡ ലായനി അളന്നെടുത്ത് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് 2 തുള്ളി ഫിനോഫ്തലിൻ ഒഴിച്ച് ഫ്ലാസ്ക് ഒന്ന് ഇളക്കുകയാണ്. ഫിനോഫ്തലിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ബ്യൂറലിന്റെ ടാപ്പിന് താഴെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് വയ്ക്കുക. ബ്യൂററ്റിൽ ടാപ്പ് അല്പം തുറന്ന് ആസിഡ് തുള്ളി തുള്ളിയായിട്ട് വേണം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വീഴ്ത്താൻ. അങ്ങനെ വീഴുന്ന സമയത്ത് കോണിക്കൽ ഫ്ലാസ്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫ്ലാസ്കിലെ ആൽക്കലിയുടെ നിറം ഇല്ലാതാവുന്ന നിമിഷം ടാപ്പ് അടയ്ക്കുക. ഇതേപോലെ സെറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ ഒരു ബ്യൂററ്റും, ഇതാണ് ബ്യൂററ്റ്, ഇത് കോണിക്കൽ ഫ്ലാസ്ക് ആണ്. നമ്മൾ ഇതിലേക്ക് എന്താണ് എടുത്തേക്കുന്നത്, ഈ ഒരു ബ്യൂററ്റിൽ എടുത്തിരിക്കുന്നതാണ് എന്ത്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എന്ത് എടുത്തു, കാസ്റ്റിക് സോഡയാണ് എടുത്തേക്കുന്നത്. കാസ്റ്റിക് സോഡയാണ് 20 ml ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ഒഴിച്ചിട്ടുണ്ട്. ഈ കളർ പോകുന്നത് വരെ നമ്മൾ ഈ ബ്യൂററ്റിൽ നിന്നുള്ളത് തുള്ളി തുള്ളിയായിട്ട് ഇതിനകത്തോട്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീഴ്ത്തി നമുക്ക് എന്ത് ചെയ്യും, വെറും വെള്ളം പോലെ നമുക്ക് കിട്ടും. അതായത് ഈ കളർ അങ്ങ് മാറി വെറും വെള്ളമായിട്ട് കിട്ടും, നിർവീര്യമാക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂട്ടിച്ചേർത്ത് അല്ലെ, തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും അവിടെ ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് നിർവിരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയും. ഈ നിർവിരീകരണം സംഭവിക്കുമ്പോൾ അവിടെ എന്ത് മാത്രമാണ് മിച്ചം കിട്ടുന്നത്, ലവണവും ജലവും മാത്രമാണ് നമുക്ക് അവിടെ മിച്ചം കിട്ടുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് ആസിഡ് എന്നോ ആൽക്കലിയെന്നോ അതിനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ആൽക്കലിയിലേക്ക് നമ്മൾ ആസിഡ് ചേർത്ത് അതിനെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ കളർ മാറുന്നു. അവിടെ നിർവിരീകരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേർന്ന് നമുക്ക് കിട്ടിയത് എന്താണ്, സോഡിയം ക്ലോറൈഡ്. അതായത് ഉപ്പും കിട്ടി ജലവും കിട്ടി. അവിടെയാണ് ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് നിർവിരീകരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മണ്ണിൽ നമ്മൾ pH അളക്കുന്നത് കാണാമല്ലോ. മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് കാണുന്നുണ്ടല്ലോ. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, അത് നമ്മുടെ ഇതേപോലെ തന്നെ മെത്തേഡാണ്. pH മൂല്യം നോക്കിയാണ്. അപ്പോൾ pH നോക്കുന്നത് നമുക്കറിയാം 7ന് മുകളിലാണെങ്കിൽ 7 pH നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിലെ pH നമ്മൾ pH പേപ്പറോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 7ന് മുകളിലുള്ള കളറുകളാണ് അല്ലെ, ഈ ഒരു പച്ചക്ക് മുകളിലേക്കുള്ള കളറുകളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണത്, ആൽക്കലിയാണെന്ന് മനസ്സിലാക്കാം. ഈ പച്ചയ്ക്ക് താഴെ മഞ്ഞയോ ഓറഞ്ചോ റെഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനിയാണ് pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് നമുക്ക് ഈ ഒരു pH പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ pH മൂല്യത്തിൽ 7 ആണ് അതിന്റെ സെന്റർ. അതായത് 7 എന്ന് പറയുന്നത് ജലത്തിന്റെ pH ആണ്. അത് എന്താണ്, നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. 7 എന്ന് പറയുന്നത് എന്താണ്, നിർവീര്യ വസ്തുവാണ്. ഇത് എന്താണ്, ജലമാണ്. അപ്പോൾ ആസിഡോ ആൽക്കലിയോ അല്ല എന്നാണ് ഈ 7 എന്ന മൂല്യം കാണിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ pH 7ന് മുകളിലാണെങ്കിൽ അതെന്താണ്, ആൽക്കലിയാണ്. pH 7ന് താഴെയാണെങ്കിൽ നമുക്ക് അതെന്ത് പറയാം, ആസിഡ് ആണെന്നും പറയാം. ഇവിടെ നമുക്ക് ഈ കളർ ചാർട്ട് ഉപയോഗിച്ച് കളർ പേപ്പർ pH പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മണ്ണിന്റെ pH നമുക്ക് ഇതേപോലെ അളന്ന് നോക്കാൻ പറ്റും.
ഇനി അസിഡിറ്റി, എന്താണ് അസിഡിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആമാശയത്തിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. അതേത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ? അപ്പൊ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക, ഇവ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് എന്ത് ചെയ്യും? കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അസിഡിറ്റിക്ക് കാരണമാകുന്നത്. ഇത് പരിഹരിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കും? ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അസിഡിറ്റി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ആൽക്കലിയാണ് അല്ലെ? അസിഡിറ്റി ആണ് വയറിനുള്ളിൽ. അപ്പോൾ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങൾ കഴിക്കുമ്പോൾ അത് നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ആൽക്കലി അടങ്ങിയതാണ് നമുക്ക് നിർദ്ദേശിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഇപ്പൊ വിനാഗിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ്? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ വിനാഗിരി ഉപയോഗിക്കും. ഇനി സിട്രിക് ആസിഡ് ഏതിലാണ്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അത് രാസവള നിർമ്മാണം, പെയിന്റ് നിർമ്മാണം, ഡൈ നിർമ്മിക്കാനും ഒക്കെ നമ്മൾ എന്തുപയോഗിക്കും? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കും. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്തിനൊക്കെയാണ്? രാസവളം, പെയിന്റ്, ഡൈ മുതലായവ ഉണ്ടാക്കാനാണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് മറ്റൊരു ഉപയോഗമാണ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ, ഇപ്പൊ കാർ ബാറ്ററികളിലൊക്കെ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ടാനിക് ആസിഡ്. ഈ ടാനിക് ആസിഡ് എവിടെയൊക്കെയാണ്? മഷി നിർമ്മാണം, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടാനിക് ആസിഡ്. ഇനി സോപ്പ് നിർമ്മാണത്തിന്, ഇനി ആൽക്കലി, ഇപ്പൊ നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി. ഇനി ആൽക്കലി എവിടെയൊക്കെയാണ്? സോപ്പ് നിർമ്മാണത്തിന്, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മലിനജല ശുദ്ധീകരണം. ആൽക്കലി ഉപയോഗിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് നിർമ്മാണം, സെറാമിക് ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ആൽക്കലികളാണ്. ഇപ്പൊ മലിനജലം നമ്മൾ ആലമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ജലം ശുദ്ധീകരിക്കാനായിട്ട്. ഇതൊക്കെ എന്താണ്? ആൽക്കലിയാണ്. അപ്പൊ ആൽക്കലിയുടെ ഉപയോഗം. ഇനി അടുത്തത് സോപ്പ് നിർമ്മിക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? അതായത് സോപ്പ് നിർമ്മിക്കാൻ നമ്മൾ പറഞ്ഞു ആൽക്കലിയാണ് കാസ്റ്റിക് സോഡ, അത് 180 ഗ്രാം, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു 1 കിലോഗ്രാം, വെള്ളം 350 ml, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ ടാൽക്കം പൗഡർ 100 ഗ്രാം. ഇതാണ് നമ്മുടെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ സോപ്പ് നിർമ്മാണത്തിന്റെ രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുന്നു. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അവിടെ ഒരു ചൂട് പുറപ്പെടും അല്ലെ? താപം വരും. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? താപം പുറത്തുവിടുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. കാസ്റ്റിക് സോഡ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? ചൂടാണ്, താപ മോചക പ്രവർത്തനമാണ്. ഈ ലായനി തണുക്കാൻ 3-4 മണിക്കൂർ സമയമെടുക്കും. തണുത്ത ശേഷം ഈ ലായനി നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലോട്ട് സാവധാനം ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടുന്നതിനാണിത് ചേർക്കുന്നത്. എന്താണ്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നത്. ഇനി മിശ്രിതം കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് സോപ്പിന് നല്ല നിറവും മണവും വേണമെങ്കിൽ അതിന് നമുക്ക് സുഗന്ധദ്രവ്യവും ചേർത്ത് നിറവും ചേർത്ത് എന്ത് ചെയ്യാം? മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് മിശ്രിതം സോപ്പായിട്ട് മാറുന്നു. ഈ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് സോപ്പുകൾ നമുക്ക് 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ആസിഡുകളും ആൽക്കലികളും എന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അധ്യായം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.